തോൽവിയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പാർട്ടി കോട്ടകളിൽ പോലും ആണ് വലിയ തകർച്ചയുണ്ടായിട്ടുള്ളത്. ആ ഞെട്ടലിൽ തന്നെയാണ് CPIM തോൽപ്പിച്ചത് കേഡർമാർ തന്നെ എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തൽ. പാർട്ടി വോട്ടുകൾ UDF-ലേക്ക് ഒഴുകുക, പ്രാദേശിക നേതാക്കൾ പോലും CPIM-നോട് വോട്ട് ചെയ്യാതെ അകൽച്ച പുലർത്തി എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള തോൽവികൾ അവരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഉദുമ, തൃക്കരിപ്പൂർ തോൽവിയും കനത്ത തിരിച്ചടി എന്ന് തന്നെയാണ് CPIM വിലയിരുത്തൽ. ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറി നിൽക്കുമോ എന്നതും നിർണായകമാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ 6 ഘട്ടത്തിൽ, അതായത് വോട്ട് എണ്ണലിൻ്റെ 6 റൗണ്ടുകളിൽ പിന്നിൽ പോയി എന്നതും നാണക്കേടാണ് എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ തിരിച്ചടി ആത്യന്തികമായി ആധികാരികമായി പരിശോധിക്കേണ്ടത് CPIM തന്നെയാണ്. CPIM അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഏത് തരത്തിലുള്ള തിരുത്തലുകൾക്കാണ് സാധ്യത? ഞാൻ വീണ്ടും അരുണിലേക്ക് പോകുമ്പോൾ, അരുൺ, ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന ചില ട്രോളുകളുണ്ട്. അതായത് ഇനിയിപ്പോൾ ഏറ്റവും പ്രയാസം തോറ്റു എന്ന് CPIM-നെ ധരിപ്പിക്കുക, അവരെ ബോധിപ്പിക്കുക എന്നതാണ് എന്ന തരത്തിലുള്ള ട്രോളുകളുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ആ സത്യനന്ദിക്കാടിൻ്റെ സന്ദേശത്തിലെയൊക്കെ ഡയലോഗ് കേൾക്കാറുള്ളതാണ്. എങ്ങനെ തോറ്റു എന്നതിനെ സംബന്ധിച്ച ഒരു താത്വികമായ ഒരു അവലോകനം. ഇതാ ഈ ഏറ്റവും രസകരമാകുന്ന ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ എം സ്വരാജിൻ്റെ പോസ്റ്റുകൾ ഒക്കെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അതായത് തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. തോൽവിയുടെ കാരണം എന്ന നിലയിലേക്ക് വിലയിരുത്തുന്ന ചില കണ്ടെത്തലുകൾ ആണ്. ഇതിനൊക്കെ അപ്പുറം അതായത് CPIM ജയിച്ചില്ല എങ്കിൽ ബാക്കിയെല്ലാം അരാഷ്ട്രീയം എന്ന് ചില നേതാക്കളെങ്കിലും കരുതുന്നുണ്ട്. പക്ഷേ CPIM-ൻ്റെ കോട്ടകൾ ആണ് തകർന്നത്. അവിടെ CPIM-നെ തിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ CPIM-നെതിരെ സംസാരിച്ചുകൊണ്ടോ രംഗത്ത് വന്നവരാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിജയിച്ചത്. ചില മണ്ഡലങ്ങളെങ്കിലും രൂപീകൃതമായതിനു ശേഷം ഇന്നേ വരെ CPIM അല്ലാതെ വേറെ ആരും വിജയിച്ചിട്ടില്ല. അത്തരം മണ്ഡലങ്ങൾ പോലുമാണ് പരാജയപ്പെട്ടു പോയത്. അപ്പോൾ എന്താണ് പിഴവ് സംഭവിച്ചത്? താഴെത്തട്ടിലുള്ള വോട്ടുകൾ, കേഡർ പാർട്ടി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ പാർട്ടി അനുഭാവികളുടെ പ്രവർത്തകരുടെ വോട്ടുകൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തോൽവി എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ വിലയിരുത്തുന്ന ഒരു സമീപനം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? എത്രത്തോളം ഗൗരവമായ ചർച്ചകളായിരിക്കാം CPIM-ൽ നടക്കാൻ പോകുന്നത്? അഭിലാഷ്, CPIM-ന്റെ പരാജയം കോൺഗ്രസിന്റെ വിജയം. ഇതിന്റെ പ്രതിപക്ഷ VD സതീശൻ പറയും നല്ല കമ്മ്യൂണിസ്റ്റ്, ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത് സാധാരണഗതിയിൽ അത്തരം പറയുമ്പോൾ അത് സാധാരണ പാർട്ടി അനുഭാവികളുടെ ഒരു വോട്ടാണ് ആ രീതിയിൽ മാറിപ്പോകുന്നത്. പക്ഷേ പാർട്ടി കേഡർമാരുടെ, നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ വോട്ടടക്കം വലിയ രീതിയിൽ CPIM-നെ വിട്ടുപോയി എന്നുള്ളതാണ് തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ പയ്യന്നൂരിലെയും തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പിണറായിയുടെ ധർമ്മടത്ത് 6 റൗണ്ട് പിണറായി പിന്നിൽ നിന്നെങ്കിൽ അവിടെ പാർട്ടി കോട്ടകൾ എവിടെ പോയി വോട്ടുകൾ എന്ന ചോദ്യം കൂടിയാണ്. അതായത് തീർത്തും കേഡർ വോട്ടുകൾ, അതാണ് CPIM-നെ ഏറ്റവും അധികം ഉണ്ടാക്കുന്നത്. അനുഭാവി വോട്ടുകളും ഫ്ലക്ച്വേറ്റിംഗ് വോട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. പാർട്ടിയുടെ അടിയുറച്ച വോട്ടുകൾ, ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വോട്ടുകൾ പോലും ഇത്തവണ CPIM-ന് കണ്ണൂർ ജില്ലയിലടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അതാണ് CPIM-നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത്. അവിടെ ഒന്നാം സ്ഥാനത്ത്, പ്രതിസ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശൈലി, സർക്കാരിനെ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ധാർഷ്ട്യം എന്ന പൊതുവിലുള്ള വിലയിരുത്തലുകൾ, സംസ്ഥാന സെക്രട്ടറിയുടെ പിടിപ്പുകേട്, കഴിവുകേട്, ചടയൻ ഗോവിന്ദനും പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒക്കെ ഇരുന്ന കസേര, അവിടേക്കാണ് MV ഗോവിന്ദൻ കോടിയേരിക്ക് പകരക്കാരനായി വന്നു കയറുന്നത്. താരതമ്യ നല്ല പ്രതിച്ഛായുള്ള ഒരു നേതാവായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ MV ഗോവിന്ദൻ. പക്ഷേ MV ഗോവിന്ദൻ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നത്, അദ്ദേഹം വാ തുറന്നാൽ തന്നെ അത് CPIM-നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. തെരഞ്ഞെടുപ്പിന് നിർണായക ദിവസങ്ങളിൽ, അവസാന ആഴ്ചകളിൽ MV ഗോവിന്ദൻ അസാന്നിധ്യം പോലും ചർച്ച ചെയ്യപ്പെട്ടു. എം സ്വരാജിനെ കൊണ്ട് CPIM-ന് നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കേണ്ടി വന്നു. അതിനുമപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി നിർത്തേണ്ട പാളിച്ച MV ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ അവർ CPIM-ന്റെ ജില്ലയിലെ നേതാവാണ്, കണ്ണൂർ നേതാവാണ്. എങ്കിൽ പോലും അവരുടെ സ്ഥാനാർത്ഥിത്വം വളരെ വലിയ വിമതസ്വരമായ, അപസ്വരമായി അവിടെ മാറിയിരുന്നു. അവരെ സ്ഥാനാർത്ഥിയാക്കി കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൂടി കണ്ണൂരിലെ പിണറായി വിജയനെതിരെയുള്ള ഒരു സർക്കാരിനെതിരെയുള്ള വികാരത്തിന് അപ്പുറത്തേക്ക് MV ഗോവിന്ദന്റെ നടപടിക്കെതിരെയുള്ള ഒരു വോട്ടായി കൂടി അത് മാറി എന്ന വലിയ വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് തളിപ്പറമ്പ് എന്ന കോട്ടയിൽ CPIM സ്ഥാനാർത്ഥിക്ക്, വിമത സ്ഥാനാർത്ഥിക്ക് മുമ്പാകെ അടിയറവ് പറയേണ്ടി വന്നത്. അതുകൊണ്ടുകൂടിയാണ് മട്ടന്നൂരിൽ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. KK ശൈലജയെ മാറ്റിയതിൽ വലിയ വിമർശനം ഉയർന്നു വന്നു. അങ്ങനെ അത്തരം
ഇത്തരത്തിൽ പാർട്ടി കോട്ടകൾ പോലും ഇളകാൻ കാരണം, പാർട്ടി കോട്ടകൾ പോലും CPM-നെ കൈവിടാൻ കാരണം ഇത്തരത്തിൽ നേതാക്കളുടെ ചില എതിർപ്പ് ഇടപെടലുകളുള്ള പ്രതിഷേധം കൂടിയാണ്, അമർഷം കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് കൂടിയാണ് അത്തരം ചർച്ചകളിലേക്ക് CPM കടക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനടുത്ത് സെക്രട്ടറി മാറ്റുക CPM-ൽ പതിവുള്ളതല്ല. പക്ഷേ ഇത്തവണ MV ഗോവിന്ദൻ മാറണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ പോലുമുണ്ട്. അതൊരു ചർച്ചയായി മാറുകയും MV ഗോവിന്ദനെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുകയും ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്രയധികം കോടിയേരിയുടെ അസാന്നിധ്യമൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ ഈ ഘട്ടത്തിൽ പരാമർശിച്ചു പോകേണ്ടതാണ്. പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രി ഉണ്ടാകാം, പക്ഷേ കോടിയേരിയെ പോലെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടാകില്ല എന്ന് പലരും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള അമർഷമാണ്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള വിലയിരുത്തലാണ് ബിനീഷ് കോടിയേരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടത്. ഇതൊരു കോടിയേരി കുടുംബത്തിന്റെ മാത്രം വികാരമല്ല. കണ്ണൂരിൽ അടിയുറച്ച പാർട്ടി കുടുംബങ്ങൾ പലരും ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായും രഹസ്യമായും ഒക്കെ രംഗത്ത് വരുന്നു. P. ജയരാജൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അല്പസമയം പുറത്തു വന്നു. P. ജയരാജൻ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. അത്തരം വലിയ വിമർശനം ഈ വിഷയത്തിൽ CPM-നെതിരെ ഉണ്ട്. ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പ്രകാരമാണ് തിരുത്തൽ അനിവാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകൾ പാർലമെന്ററി വ്യവസ്ഥയിലെത്തുമ്പോൾ പലതരം ജീർണതകൾ കടന്നുവരും. അത് ചർച്ച ചെയ്ത് തിരുത്തണം. ഇല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും. ഈ പ്രശ്നങ്ങൾ പരിശോധിക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടി സംഘടനയ്ക്ക് അകത്ത് നടത്തണമെന്ന് ജയരാജനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ ആവശ്യപ്പെടുകയാണ്. അതൊരു പക്ഷേ നേതൃമാറ്റം ഉറവിടയിലേക്ക് എത്തിയാൽ പോലും അതിശയിക്കാനില്ല, നേതൃമാറ്റത്തിലേക്ക് പോലും എത്തിയാൽ അതിശയിക്കാനില്ല. MV ഗോവിന്ദന്റെ നില തീർത്തും പരിങ്ങലിലാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.